ഗിരീഷ് ഷെഡി ഒരുക്കിയ റൊമാൻസ് കോമഡി എൻ്റർടൈനർ പ്രേമലു, മമ്മൂട്ടിയുടെ ഹൊറർ ത്രില്ലർ ബ്രഹ്മയുഗം, ചിദംബരം തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത സർവൈവൽ ത്രില്ലർ മഞ്ഞുമൽ ബോയ്സ്, ടൊവിനോ തോമസിൻ്റെ അന്വേഷിപ്പിൻ കണ്ടെത്തും. ഇത് മോളിവുഡിൻ്റെ മാസമാണ്. ആൻ അമേസിംഗ് ഫെബ്രുവരി. ജനുവരിയിൽ പതിഞ്ഞു തുടങ്ങിയ മലയാള സിനിമ വസന്തകാലത്തിലേക്ക് തിരിച്ചു വരുന്നുവെന്ന സൂചന നൽകിക്കൊണ്ടാണ് പ്രേമലവും ബ്രഹ്മയുഗവും പ്രേക്ഷകരെ തിയേറ്ററിലെത്തിച്ചത്. പിന്നാലെ മഞ്ഞുമൽ ബോയ്സ് കൂടി പാഞ്ഞെത്തിയതോടെ ബോക്സ് ഓഫീസിനും ഇത് പൂക്കാലമാണ്. ഫെബ്രുവരി 9 തിയേറ്ററിലെത്തിയ പ്രേമലുവും 15 എത്തിയ ബ്രഹ്മയുഗവും കഴിഞ്ഞ ദിവസം എത്തിയ മഞ്ഞുമൽ ബോയ്സും ബോക്സ് ഓഫീസിൽ മികച്ച അഭിപ്രായങ്ങളാണ് നേടിക്കൊണ്ടിരിക്കുന്നത്. തുടർച്ചയായ 3-ാം ആഴ്ചയിലും 3 ഹിറ്റുകൾ തിയേറ്ററിൽ പ്രേക്ഷകരെ കുത്തിനിറക്കുമ്പോൾ കളക്ഷനിൽ ആര് മുന്നിലെത്തുമെന്നതിലാണ് ആകാംക്ഷ. ഗിരീഷ് ഷെഡിയുടെ ചിരിപ്പടം പ്രേമലു 3-ാം ആഴ്ചയിലേക്ക് എത്തുമ്പോൾ ലോകമെമ്പാടുമായി 700 തിയേറ്ററുകളിലാണ് പ്രദർശിപ്പിക്കുന്നത്. നെസ്ലൻ, മമിത തുടങ്ങിയ യുവതാരങ്ങളെ വെച്ച് ഹൈദരാബാദ് പശ്ചാത്തലമാക്കി 12 കോടി ബജറ്റിലൊരുക്കിയ പ്രേമലുവിൻ്റെ ഈ കുതിപ്പ് സീനിയർ താരങ്ങളെപ്പോലും അമ്പരപ്പിക്കുന്നതാണ്. ആദ്യ ദിനം കേരളത്തിൽ നിന്ന് 90 ലക്ഷം മാത്രം ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ ചിത്രത്തിന് വൈഡ് റിലീസ് ഉണ്ടായിരുന്നില്ല. എന്നാൽ റിലീസിന് ശേഷം മികച്ച മൗത്ത് പബ്ലിസിറ്റി കിട്ടിയതോടെ ചിത്രത്തിന് രാജ്യമൊട്ടാകെ ആവശ്യക്കാരുണ്ടാകുകയും തിയേറ്റർ കൗണ്ട് വർദ്ധിക്കുകയുമായിരുന്നു. റിലീസ് ചെയ്ത് 13 ദിവസം പിന്നിടുമ്പോൾ പ്രേമലു 50 കോടി ക്ലബിൽ എത്തിയിരിക്കുകയാണെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കേരളത്തിൽ മാത്രമല്ല, തമിഴ്, തെലുങ്ക് എന്നിവിടങ്ങളിലും ചിത്രം സൂപ്പർ ഹിറ്റാണ്. സിനിമയുടെ ആദ്യ വാരത്തിലെ ഗ്രോസ് കളക്ഷൻ 26 കോടിയായിരുന്നു. കഴിഞ്ഞ വർഷം റിലീസിനെത്തിയ രോമാഞ്ചത്തിന് ശേഷം മലയാളത്തിലുണ്ടാകുന്ന മറ്റൊരു സർപ്രൈസ് ഹിറ്റാണ് പ്രേമലു. ഭൂതകാലത്തിന് ശേഷം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഹൊറർ ത്രില്ലർ ചിത്രം ബ്രഹ്മയുഗവും ഉടനെ തന്നെ 50 കോടി ക്ലബിൽ ഇടം പിടിക്കുമെന്ന് ഉറപ്പാണ്. കഴിഞ്ഞ ദിവസം വരെയുള്ള റിപ്പോർട്ടുകൾ പ്രകാരം 40 കോടിയിലധികം രൂപയാണ് ചിത്രം ആഗോളതലത്തിൽ നിന്ന് നേടിയിരിക്കുന്നത്. റിലീസ് ചെയ്ത് 9-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ കേരളത്തിൽ നിന്ന് മാത്രം ബ്രഹ്മയുഗം 17.8 കോടി നേടിയെന്നാണ് ട്രാക്കിംഗ് റിപ്പോർട്ട്. ചിത്രത്തിൽ പ്രതിനായക വേഷമാണ് മമ്മൂട്ടിക്ക്. അർജുൻ അശോകനും സിദ്ധാർത്ഥ ഭരതനുമാണ് ചിത്രത്തിലെ മറ്റു പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. മലയാളം കൂടാതെ മറ്റു ഭാഷകളിലും സിനിമ റിലീസ് ചെയ്യുന്നുണ്ട്. ഫെബ്രുവരി 23 മുതലാണ് തമിഴ്, കന്നഡ, തെലുങ്ക് ഭാഷകളിലെ റിലീസ്. മലയാളം പതിപ്പ് തന്നെ ഇംഗ്ലീഷ് സബ്ടൈറ്റിലുകളോടെ ഇതര ഭാഷാ പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധ നേടിയിരുന്നു. ബ്രഹ്മയുഗത്തിൻ്റെ മൊഴിമാറ്റ പതിപ്പുകൾ സ്വീകരിക്കപ്പെടുമോ എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് നിർമ്മാതാക്കൾ. മലയാള സിനിമയെ സംബന്ധിച്ച് ഒരു പുതിയ തുടക്കമാണിത്. മൊഴിമാറ്റ പതിപ്പുകൾ സ്വീകരിക്കപ്പെട്ടാൽ ബോക്സ് ഓഫീസ് കളക്ഷനെയും അത് വലിയ അളവിൽ സ്വാധീനിക്കുമെന്നാണ് വിലയിരുത്തൽ. സൂപ്പർ താര സാന്നിധ്യമില്ലാതെ തന്നെ റിലീസിന് മുമ്പ് ഹൈപ്പ് സൃഷ്ടിക്കുന്ന ചിത്രങ്ങൾ അപൂർവമാണ്. അത്തരത്തിലൊന്നാണ് കഴിഞ്ഞ ദിവസം തിയേറ്ററിലെത്തിയ മഞ്ഞുമൽ ബോയ്സ്. ചിത്രം മലയാള സിനിമയുടെ സീൻ മാറ്റുമെന്ന് സുഷിൻ ശ്യാമിൻ്റെ വാക്കുകൾ ചിത്രം കണ്ടതോടെ പ്രേക്ഷകർ ഒന്നടങ്കം ശരിവെക്കുകയായിരുന്നു. 1ഉം 2ഉമല്ല, 11 നായകന്മാരാണ് ചിത്രത്തിലുള്ളത്. മികച്ച പ്രകടനങ്ങളെ കൂടാതെ കഥാപശ്ചാത്തലം, വിഷ്വൽ ക്വാളിറ്റി, പ്രൊഡക്ഷൻ ഡിസൈൻ, സൗണ്ട് ഡിസൈൻ, മ്യൂസിക് എന്നിവ കൊണ്ടും മികവ് പുലർത്തിയ ചിത്രം വ്യത്യസ്തമായൊരു എക്സ്പീരിയൻസാണ് സമ്മാനിച്ചിരിക്കുന്നതെന്ന് പ്രേക്ഷകർ ഒന്നടങ്കം അഭിപ്രായപ്പെടുന്നു. മഞ്ഞുമൽ ബോയ്സ് ഫസ്റ്റ് ഡേ കളക്ഷനായി കേരളത്തിൽ നിന്ന് മാത്രം 3.3 കോടിയും ആഗോള കളക്ഷനായി 6 കോടിയും നേടിയെന്നാണ് ബോക്സ് ഓഫീസ് ട്രാക്കർമാർ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ കുതിപ്പ് വരും ദിവസങ്ങളിലും തുടർന്നാൽ 2024 ബോക്സ് ഓഫീസ് ഹിറ്റുകളിൽ ഒന്നായിരിക്കും യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി ഒരുക്കിയ മഞ്ഞുമൽ ബോയ്സ്. കളക്ഷനിൽ വൻ മുന്നേറ്റം ഉണ്ടാക്കാനായില്ലെങ്കിലും മലയാളത്തിലെ മികച്ചൊരു ഇൻവെസ്റ്റിഗേഷൻ ചിത്രം എന്ന അഭിപ്രായം നേടാൻ ഈ മാസം ഇറങ്ങിയ അന്വേഷിപ്പിൻ കണ്ടെത്തു എന്ന ടൊവിനോ ചിത്രത്തിനും സാധിച്ചിട്ടുണ്ട്. അത്ര മോശമല്ലാത്ത കളക്ഷൻ അന്വേഷിപ്പിൻ കണ്ടെത്തു നേടിയെന്നാണ് ട്രേഡ് അനലിസ്റ്റുകളുടെ കണ്ടെത്തൽ. 8 കോടി ബജറ്റിലൊരുക്കിയ ചിത്രം ഇതിനകം 16 കോടിയിലധികം വേൾഡ് വൈഡ് കളക്ഷനായി നേടിയിട്ടുമുണ്ട്. നിരവധി അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ നിന്ന് അംഗീകാരവും നിരൂപക പ്രശംസയും നേടിയ ഡോൺ പാലത്തറയുടെ ഫാമിലിയും കഴിഞ്ഞ ദിവസം തിയേറ്ററിലെത്തിയിരുന്നു. ഡോൺ പാലത്തറയുടെ 6ാമത്തെ ചിത്രമാണ് ഫാമിലി. വ്യത്യസ്തമായ പ്രമേയങ്ങളും അവതരണങ്ങളും കൊണ്ട് സമകാലിക മലയാള സിനിമയിലെ സ്വതന്ത്ര സംവിധായകരിൽ ഏറ്റവും ശ്രദ്ധേയനായ സംവിധായകനാണ് ഡോൺ പാലത്തറ. നിലവിൽ ബോക്സ് ഓഫീസിൽ മലയാള സിനിമകളുടെ നല്ല കാലമാണ്. വ്യത്യസ്ത ജോണറുകളിൽ എത്തിയ സിനിമകളാണ് ഓരോ ആഴ്ചയും സ്ക്രീനുകൾ കൈയടക്കുന്നത്. ബോക്സ് ഓഫീസിലെ ത്രികോണപ്പോര് മുറുകുമ്പോൾ പ്രേമയുഗം ബോയ്സ് എന്ന ഹാഷ്ടാഗും എക്സിൽ ട്രെൻഡിംഗ് ആണ്. ഇക്കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലൊന്നും ഒരു മാസം തന്നെ ബാക്ക് ടു ബാക്ക് ഹിറ്റുകളുമായി മോളിവുഡിന് തിളങ്ങാൻ കഴിഞ്ഞിട്ടില്ല എന്നതും ഈ ഫെബ്രുവരിയെ കൂടുതൽ സ്പെഷ്യലാക്കുന്നുണ്ട്.